ഓണം മതേതരമാണോ? ആണ്. ഓണം ഹൈന്ദവമാണോ? തീർച്ചയായും ആണ്. 8 നോയമ്പ് ശരിയാണോ? എവിടെ നിന്ന് തുടങ്ങി? ഓണം ഒരു ഹിന്ദു ഉത്സവമാണ്. ഉത്സവങ്ങൾക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് അതിൻ്റെ റിച്വൽ, വേറൊന്ന് കാർണിവൽ. ഇപ്പോൾ മതേതരരായ ഹിന്ദുക്കൾ പറയാറില്ലേ, എനിക്ക് ഓണം, ക്രിസ്മസ്, ഈദ് ഒക്കെ ഒരുപോലെയാണ്. അതിൻ്റെ ഏത് പാർട്ട്? കാർണിവൽ പാർട്ട്. ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കുക, അത് ചെയ്യുക, കേക്ക് മുറിക്കുക, ഇതുപോലെയുള്ള കാർണിവൽ പാർട്ടിലാണ് ഈ മതേതരൻ എന്ന് അവകാശപ്പെടുന്ന ഹിന്ദു പങ്കെടുക്കുന്നത്. റിച്വലല്ല. ഇപ്പോൾ മാമോദിസ മുങ്ങാത്ത ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാത്ത മോഹൻദാസ് എങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിൽ കയറും? ഈ ഹിന്ദു ആചാരങ്ങളുടെ മാത്രം അർത്ഥം അന്വേഷിക്കുക. അർത്ഥശൂന്യമായ പല ആചാരങ്ങളുമുണ്ട്. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. ജനാധിപത്യം വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് നടക്കാറില്ലല്ലോ വീട്ടിൽ. എവറി പ്രിൻസിപ്പിൾ ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ദ അബ്സല്യൂട്ട് ലെവൽ. വീട്ടിൽ ജനാധിപത്യം, മതേതരത്വം, അമ്പലത്തിൽ മതേതരത്വം. അമ്പലത്തിൽ എങ്ങനെയാണ് മതേതരത്വം നടക്കുന്നത്? മതം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് അമ്പലം. വൈക്കത്തപ്പൻ മതേതരനാണ്. അവിടെ ആർക്കും കയറാമെന്ന് വിചാരിച്ച ആൾ മതേതരനാകുന്ന എങ്ങനെയാണ്? പ്രകൃതിഭ്യ പരം യത്തു തദജന്യസ്യ ലക്ഷണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി. ഇയാൾ ചവിട്ടാൻ നിന്ന് കൊടുത്ത് മഹാബലിയല്ലേ, വലിയ രാജാവല്ലായിരുന്നോ? തിരിച്ചൊരു തൊഴിൽ കൊടുക്കരുതോ? TG, ഓണം വരാൻ പോകുന്നു. ഇപ്പോൾ വീണ്ടും ചർച്ചകൾ വരാൻ പോവുകയാണ്. ഓണം ഹൈന്ദവ ആഘോഷമാണോ? ഓണം മഹാബലി, വാമന ജയന്തി, തൃക്കാക്കരയപ്പൻ, ഇതിപ്പോൾ സവർണ അവർണ, പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും കാലങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതേ, ഈ ഹിന്ദു ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ഇതേപ്പറ്റി വലിയ ചർച്ച നടക്കും. ബട്ട് മുസ്ലിങ്ങളെ പറ്റിയോ ക്രിസ്ത്യാനികളെ പറ്റിയോ ആരും ചർച്ച ചെയ്യാറില്ല. 8 നോയമ്പ് ശരിയാണോ? എവിടെ നിന്ന് തുടങ്ങി? ആരും പറയാറില്ല. വാസ്തവത്തിൽ 8 നോയമ്പ് തുടങ്ങിയത് ഇസ്ലാമിൻ്റെ ആക്രമണത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ നിവൃത്തിയില്ലാതെ പള്ളിക്കുള്ളിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചു 3 ദിവസം. അങ്ങനെ 3-ാം ദിവസം പിന്നെ എങ്ങനെയോ ഈശ്വരാധീനം കൊണ്ട് മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും മറ്റെന്തോ സംഭവിച്ചു ഇവർ രക്ഷപ്പെട്ടപ്പം അതിൻ്റെ ഓർമ്മയ്ക്ക് 3 ദിവസത്തെ പെരുന്നാളായിട്ട് തുടങ്ങുകയും പിന്നെ അത് 8 ദിവസം ആകുകയും 8 നോമ്പ് ഇങ്ങനെയൊക്കെയുള്ള ആചാരമുണ്ട്. ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ചെയ്യില്ല. കാരണം ഇസ്ലാം ഡിഫെൻസീവിലാകുന്ന ചർച്ചയാണ്. അത് ക്രൈസ്തവ സഭകൾക്കും ഇഷ്ടമല്ല. അൽമയർക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇതൊരു ആചാരമായിട്ട് മാറുന്നതിൻ്റെ ഉത്ഭവ സംഗതിയൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പോകുന്നു. ഇതുപോലെയാണ് ഓണത്തെയും കാണേണ്ടത്. ഓണത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ഓണം ഒരു ഹിന്ദു ഉത്സവമാണ്. ബട്ട് ഉത്സവങ്ങൾക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് അതിൻ്റെ റിച്വൽ, വേറൊന്ന് കാർണിവൽ. ഇപ്പം അമ്പലത്തിലെ ഉത്സവത്തിന് ആറാട്ട്, അത് ദൈവത്തെ മൂർത്തിയെ കൊണ്ടുപോകുന്നു, കുളിപ്പിക്കുന്നു, വെള്ളത്തിൽ മുങ്ങുന്നു, വരുന്നു. ഇതൊക്കെ റിച്വലാണ് അതിൻ്റെ. അതിനോട് ചേർന്ന് നാടകം, കച്ചവടം, ബാലെ, ആനപ്പുറത്ത് വലിയ എഴുന്നള്ളിപ്പ്, ചെണ്ട, പെരുവനം കുട്ടന്മാരും 64 കലാകാരന്മാരും, കൊട്ടാരക്കര കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞ ആന, തലപ്പൊക്കം നോക്കുക, ഇതൊക്കെ അതിൻ്റെ കാർണിവൽ പാർട്ടാണ്. ഈ കാർണിവൽ പാർട്ട് എപ്പോഴും സെക്കുലർ ആയിരുന്നു. കാരണം അതിലെല്ലാവരും പങ്കെടുക്കും. റിച്വൽ ഹിന്ദുവിൻ്റെയാണ്. അവിടെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പ്രവേശനമില്ല, റോളുമില്ല. ഈ എല്ലാ ഉത്സവങ്ങളും നോക്കിക്കോളും, റിച്വൽ പാർട്ടുണ്ട്, കാർണിവൽ പാർട്ടുണ്ട്. അപ്പോൾ ഓണം മതേതരമാണോ? ആണ്. ഓണം ഹൈന്ദവമാണോ? തീർച്ചയായും ആണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് രണ്ടുമാണ്. കാരണം റിച്വൽ പാർട്ടിൽ ഹിന്ദുക്കൾ മാത്രം, കാർണിവൽ പാർട്ടിൽ എല്ലാവരും കൂടും. ഇത് ഓണത്തിന് മാത്രമല്ല, എല്ലാത്തിനും ബാധകമാണ്. ഇപ്പോൾ മതേതരരായ ഹിന്ദുക്കൾ പറയാറില്ലേ, എനിക്ക് ഓണം, ക്രിസ്മസ്, ഈദ് ഒക്കെ ഒരുപോലെയാണ്. അതിൻ്റെ ഏത് പാർട്ട്? കാർണിവൽ പാർട്ട്. അല്ലാതെ ക്രിസ്മസിൻ്റെ ചടങ്ങിൽ നിങ്ങൾ പള്ളിയിൽ പോയി മുട്ടുകുത്തി നിൽക്കുകയോ മുട്ടുകുത്താതെ നിൽക്കുകയോ അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ.
ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കുക, അത് ചെയ്യുക, കേക്ക് മുറിക്കുക, ഇതുപോലെയുള്ള കാർണിവൽ പാർട്ടിലാണ് ഈ മതേതരനെന്ന് അവകാശപ്പെടുന്ന ഹിന്ദു പങ്കെടുക്കുന്നത്, റിച്വലല്ല. അതുകൊണ്ട് മതേതരത്വം ഇതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. നാട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ എല്ലാവരും കൂടും. ആ ആഘോഷത്തിൻ്റെ ഉള്ളിലെ ചടങ്ങ്, റിച്വൽ, അതിൽ എല്ലാവരും കൂടുകയില്ല, കൂട്ടുകയുമില്ല, കൂടാൻ സാധ്യവുമല്ല. ഞാൻ ഒരു സുഹൃത്ത് ക്ഷണിച്ചിട്ട് അയാളുടെ മകളുടെ ആദ്യ കുർബാന. അപ്പോൾ എന്നോട് പറഞ്ഞു, മോഹൻദാസ് വന്നപ്പോൾ പഴയ കൂട്ടുകാരനാണ്. ഞാൻ പോയി. അപ്പോൾ പള്ളിയിൽ പോയി അകത്ത് കയറി. എല്ലാവരും ഇരിക്കുമ്പോൾ ഞാനിരിക്കും, ഇടയ്ക്ക് എല്ലാവരും എണീക്കും, ഞാനും എണീക്കും. അപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ കൂട്ടുകാരനുണ്ട്, അതാണ് മാതൃക. അവൻ എന്ത് ചെയ്യുന്നോ അത് ഞാനും ചെയ്യും. ഇങ്ങനെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരു 2 വരിയായിട്ട് ഇങ്ങനെ ഏങ്കോണിച്ച് നിൽക്കുന്നു. ഒരു പള്ളിയിലച്ഛൻ ഈ വീഞ്ഞ് വായിൽ ഇറ്റിച്ചു കൊടുക്കുന്നു. അതാണ് ചടങ്ങ്. ഞാനും ആ ക്യൂവിൽ നിന്നു. അപ്പോൾ ഇവൻ മുമ്പിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, പുറത്ത് പൊക്കോ, പുറത്ത് പൊക്കോ, പുറത്ത് പൊക്കോ. ഞാൻ പോയി, എന്തിനു പുറത്ത് പോകും, ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഞാൻ പതുക്കെ സ്ലിപ്പ് ചെയ്ത് പുറത്ത് പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആശാനോട് ചോദിച്ചു, ഇതെന്താ പരിപാടി, എന്നെ എല്ലാത്തിനും എഴുന്നിട്ട് ഇത് മാത്രം വന്ന് പുറത്തിറങ്ങുന്നു? അത് റിച്വൽ പാർട്ടാണ്, റിച്വലാണത്. അത് കൂദാശയുടെ ഒരു ഭാഗമാണ്. മാമോദീസ മുങ്ങാത്ത ഒരു ഹിന്ദു ഇതിൻ്റെ ആദ്യ കുർബാനയിൽ പങ്കെടുക്കാൻ പാടില്ല. മാമോദീസ മുങ്ങാത്ത ഹിന്ദു എന്നല്ല, മാമോദീസ മുങ്ങാത്ത മനുഷ്യൻ, അയാൾ ആരുമായിക്കോട്ടെ, അയാൾ ഇത് 2ാം കൂദാശയാണ്. ആദ്യ കുർബാന എന്ന് പറയുന്നത് 2ാമത്തെ കൂദാശയാണ്. ആദ്യത്തേത് മാമോദീസ മുക്കലാണ്. അപ്പോൾ മാമോദീസ മുങ്ങാത്ത ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാത്ത മോഹൻദാസ് എങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിൽ കയറും? റിച്വലിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മോഹൻദാസിനോട് അവൻ പുറത്തു പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ കാർണിവലാണ്. ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം, അത് ഇത്, ഗാനമേള, കുന്തം കുറുടിയൊക്കെ കാർണിവലാണ്. കാർണിവലിൽ മോഹൻദാസിന് പ്രശ്നമുണ്ട്. ബട്ട് ഉള്ളിൽ പോയി ആ റിച്വൽ എത്തിക്കഴിഞ്ഞപ്പോഴോ അവിടെ ഞാൻ ഹിന്ദുവാണ്, മാറി നിൽക്കണം. എനിക്കത് വിഷമമൊന്നുമില്ല, മാറി നിൽക്കണമല്ലോ. ബട്ട് അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, അത് മാറി നിന്നത് നന്നായി, മാറ്റി നിർത്തിയത് നന്നായി. കാരണം അത് റിച്വലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതൊരു സ്റ്റെപ്പ് തെറ്റിച്ചുള്ള കയറ്റമാണ്, കയറാൻ പാടില്ല. ഇതാണ് ഈ റിച്വലും കാർണിവലും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഞാൻ മതേതരനാണ് എന്ന് ഘോഷിക്കും. എല്ലാവരും മതേതരന്മാരാണ്, എല്ലാവരും കാർണിവലിൽ പങ്കെടുക്കുന്നു. ഈ ഹിന്ദു ആചാരങ്ങളുടെ മാത്രം അർത്ഥം അന്വേഷിക്കുക. അർത്ഥശൂന്യമായ പല ആചാരങ്ങളും ഉണ്ട്, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന് റിച്വൽ, ആചാരം. നമ്മളത് ആചരിക്കുന്നു. എന്തിനു ആചരിക്കുന്നു? അത് പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഏകദേശം എല്ലാ അമ്പലങ്ങളും നമ്മൾ പടിഞ്ഞോട്ട് നോക്കിയാണ് തൊഴുന്നത്. ദൈവം മൂർത്തി കിഴക്കോട്ട് നോക്കിയിരിക്കും. അല്ലാത്തതും ഉണ്ട് കേട്ടോ, എക്സെപ്ഷൻസാണ്. ഇതെന്താ കാര്യം? കിഴക്ക് ഒരു പവിത്രമായ ദിക്കായിട്ട് നമ്മൾ കരുതുന്നു. അപ്പോൾ നമ്മൾ പവിത്രമായിട്ട് വിചാരിക്കുന്ന മൂർത്തി കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ കിഴക്ക് എന്നൊരു സങ്കല്പമുണ്ടോ പ്രപഞ്ചത്തിൽ? ഇല്ല. പ്രപഞ്ചത്തിൽ ഏത് കിഴക്കും തെക്കും വടക്കും ഒന്നുമില്ലല്ലോ. ശൂന്യാകാശത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം കിഴക്കാണ്, അല്ലെങ്കിൽ ഒന്നും കിഴക്കല്ല. കിഴക്കോ വടക്കോ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ റിച്വൽ അത് ആചരിക്കും. വായുജ്യത്തിന് വിദ്യാഭ്യാസമില്ല, അറിഞ്ഞുകൂടെ കിഴക്കെന്ന് പറഞ്ഞൊരു ദിക്കില്ല, പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു ദിക്കില്ല, കൂടുതൽ പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ കിഴക്കായിട്ട് മാറും. ഇതൊക്കെ വായുജ്യത്തിന് അറിയില്ലേ? അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാനും സ്കൂളിലും കോളേജിലും ഒക്കെ പോയതാണ്. പക്ഷേ ഇതെൻ്റെ റിച്വലാണ്. ആ റിച്വലിന് ലോജിക്ക് അന്വേഷിക്കരുത്. കാരണം ലോജിക്കിന് അപ്പുറത്താണ് ഈ വക കാര്യങ്ങളെല്ലാം. മനുഷ്യ ജീവിതം തന്നെ ലോജിക്കിന് അപ്പുറമല്ലേ? അല്ലേ? അതെ. നമ്മൾ വലിയ യുദ്ധം ചെയ്തിട്ട് ഒരു ചെറുക്കൻ ഈ പെണ്ണിനെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞും ആ കുടുംബത്തിൽ വലിയ വാശിയും ഒരു കണക്കിന് സെറ്റിൽ ചെയ്ത അവസാനം ഈ കല്യാണം നമ്മളൊക്കെ കൂടെയാണ്, പോട്ടെ അങ്ങ് നടത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോയി പെണ്ണ് ഈ മണ്ഡപത്തിൽ വരുമ്പോഴാണ് വായുജ്യത്തിൻ്റെ ചെവിയിൽ ചോദിക്കും, അയ്യോ ഈ പെങ്കൊച്ചിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്, എങ്ങനെ ഇരിക്കുന്നതിൻ്റെ രൂപം. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അത് മതി, അവളാണ് ഭൂലോകത്തെ ഏറ്റവും വലിയ സുന്ദരി. ഞാനും വായുജ്യത്തിൽ നോക്കി കഴിയുമ്പോൾ പല്ലുമൊക്കെ പൊങ്ങിക്കാഞ്ഞു കഴിഞ്ഞു.
ഇത് എന്താ ഇതിൻ്റെ ലോജിക്ക്? നമുക്ക് 3 പേരുടെയും 4 പേരുടെയും 10 പേരുടെ നോട്ടം ഒരുപോലെ ആയിരിക്കേണ്ടത് അല്ല. സൗന്ദര്യം നോക്കുന്നവൻ്റെ കണ്ണിലാണെന്നൊക്കെ പറയില്ലേ, ഇതാണ് കാര്യം. അതിന് ലോജിക്കില്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് യാതൊരു ലോജിക്കുമില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു പോലും നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ പണ്ട് സംഭവിച്ചതിൻ്റെ ലോജിക്ക് അന്വേഷിക്കുന്നു. ഇറ്റ് ഇസ് എ ഫൂളിഷ് തിങ്. അതിൻ്റെ ലോജിക്ക് അന്വേഷിക്കരുത്, അതിന് ലോജിക്ക് ഉണ്ടാവില്ല. ലോജിക്ക് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമല്ല. ജനാധിപത്യം എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട കാര്യം. നമ്മുടെ കുടുംബങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലല്ല നടക്കുന്നത്, ഇല്ലേ? പലപ്പോഴും ഗൃഹനാഥൻ്റെ ഏകാധിപത്യമാണ്. ഫൈനൽ വാക്ക് അങ്ങേരുടെ ആയിരിക്കും. ജനാധിപത്യം വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് നടക്കാറില്ലല്ലോ വീട്ടിൽ. ആ കുടുംബത്തിലെ അമ്മയങ്ങ് തീരുമാനിക്കും. ചിലപ്പോൾ ഗൃഹനാഥന് ഇഷ്ടപ്പെടാത്തതായിരിക്കും. ഇതെന്താ ഈ സാധനം, ഞാനിന്ന് ഉണ്ടാക്കിയത് തിന്നാൽ മതി എന്ന് പറയും. ഏകാധിപത്യമാണ്, ഓട്ടോക്രസിയാണെന്നൊക്കെ പറയുക. എവറി പ്രിൻസിപ്പിൾ ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ദ അബ്സല്യൂട്ട് ലെവൽ. വീട്ടിൽ ജനാധിപത്യം, മതേതരത്വം, അമ്പലത്തിൽ മതേതരത്വം. അമ്പലത്തിൽ എങ്ങനെയാണ് മതേതരത്വം നടക്കുക? മതം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് അമ്പലം, അവിടെ മതേതരമാണ്. വൈക്കത്തപ്പൻ മതേതരനാണ്, അവിടെ ആർക്കും കയറാം. ആർക്കും കയറാമെന്ന് വിചാരിച്ചാൽ ആൾ മതേതരനാകുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവണില്ല. ഇതുപോലത്തെ കുറേ ഫൂളിഷ്നെസ് ഇപ്പോൾ ഓണം ഒക്കെ കുത്തിപ്പൊക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയയിലെ കുത്തിപ്പൊക്കലുകാരാണ്. അതിന് ഒരു ലക്ഷ്യമുണ്ട്, ഈ നമ്മുടെ സംസ്കാരം തകർക്കുക. സംസ്കാരത്തിന് ലോജിക്കില്ല, അറിയാമോ? ദർ ഈസ് നോ ലോജിക് സംസ്കാരത്തിൽ. പ്ലെയിനായിട്ട് ഞാൻ പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കരുത്. അമ്മയെ കല്യാണം കഴിക്കാൻ സയൻസിൽ തടസ്സമുണ്ടോ? ഉണ്ടോ? ഇല്ല. ബയോളജിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സഹോദരിയെ വിവാഹം ചെയ്യാൻ പ്രകൃതിയിൽ വല്ല തടസ്സമുണ്ടോ? മൃഗങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? ജനറ്റിക്കലായിട്ട് എന്തോ ഒരു ചിലപ്പോൾ ശരി സംഭവം. അത് അതർവൈസ് ഓൾസോ ഇതില്ലാത്ത ആൾക്കാർക്കും മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നുണ്ട്, അപ്പോൾ അംഗവൈകല്യമുള്ളവർ ജനിക്കുന്നുണ്ട്. അത് സഹോദരൻ തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ടല്ലല്ലോ. അത് അതർവൈസ് ഓൾസോ ഇറ്റ് ഈസ് പോസിബിൾ. ബയോളജിക്കലി ഇറ്റ് ഈസ് പെർമിറ്റഡ്. അതുകൊണ്ടല്ലേ മൃഗങ്ങൾ, പശു, പന്നി, പട്ടി, ഇതൊക്കെ അമ്മയുണ്ടോ അച്ഛനുണ്ടോ ആരാ? ബയോളജിക്കലി പെർമിറ്റഡ്. അതുപോലൊരു ജന്തുവാണ് മനുഷ്യൻ. മനുഷ്യൻ അതിനൊരു ലോജിക്ക് കൊണ്ടുവന്നു. ലോജിക്ക് കൊണ്ടുവന്നതല്ല, ഒരു സംസ്കാരം കൊണ്ടുവന്നു. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. സംസ്കാരത്തിന് ലോജിക്ക് അന്വേഷിക്കരുത്. മതവിശ്വാസം, ആധ്യാത്മികത, ഇതിനൊന്നും ലോജിക്കിൻ്റെ അപ്പുറത്താണ്. അതൊരു കുറച്ചിലല്ല, അതാണ് അതിൻ്റെ മഹത്വം. എല്ലാം ലോജിക്കിലടങ്ങ്. ലോജിക്കെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കളിയാണല്ലോ. ബുദ്ധിക്കപ്പുറത്താണ് ഒരുപാട് കാര്യങ്ങൾ. ബുദ്ധിക്കപ്പുറത്ത് പ്രകൃതിയാണ് ബുദ്ധിക്ക് ജന്മം കൊടുത്തതെന്ന് പറയും. പ്രകൃതിഭ്യ പരം യത്തു തദർജിന്യസ്യ ലക്ഷണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിക്ക് സർവ്വതർക്കങ്ങളെ കൊണ്ട് അത്യന്തം സമ്പന്നമാണ് ബുദ്ധി. തർക്കങ്ങളാണ്, ലോജിക്കാണ് ബുദ്ധിയിൽ മുഴുവൻ. അതിനപ്പുറത്താണ്, അതിൻ്റെ മാതാവാണ് പ്രകൃതി. പ്രകൃതിക്കപ്പുറത്ത് വേറൊന്നുണ്ട്, അചിന്യം. മഹാഭാരതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ലോജിക്കാണ് ഫൈനൽ. ലോജിക്കുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ചിന്ത തന്നെ അബദ്ധമാണ്. കാരണം ലോജിക്കിൻ്റെ പുറത്തല്ല പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ ജീവിതമടക്കം ലോജിക്കുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യം, ഇല്ലോജിക്കലായിട്ടുള്ള മിനിമം 10 കാര്യങ്ങളെങ്കിലും ഇന്ന് വായിച്ചെത്ത് ചെയ്തത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ആ 10 കാര്യങ്ങൾക്ക് ഒരു ലോജിക്കും ഉണ്ടാവില്ല. ഒരാളിനോട് ദേഷ്യപ്പെട്ടു, മറ്റേ സാധനം വേണ്ടാന്ന് പറഞ്ഞു, ഇവൻ്റെ ഫോൺ വന്നപ്പോൾ എടുത്തില്ല. ഇതിനൊന്നും ഒരു ലോജിക്കും ഉണ്ടാവില്ല. ഒരു ലോജിക്കും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കുമ്പോൾ. സോ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഇല്ലോജിക്കൽ തിങ്സ്. വൈ ഡു യു വറി അബൌട്ട് ലോജിക്? ഇതിൻ്റെ കാര്യം അറിയണം, അതിൻ്റെ മൂലം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് അതിൽ ലോജിക്കുണ്ടോ എന്നൊക്കെ പറയുന്നത് വെറുതെ കുതർക്കം ഉന്നയിക്കാനും ആളുകളെ തമ്മിലടിപ്പിക്കാനുമാണ്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വാമന ജയന്തി, മറ്റേ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി, ചവിട്ടിയതാര്, ചവിട്ടാൻ നിന്ന് കൊടുത്തത് എന്തിന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയൊരു ചോദ്യമുണ്ടല്ലോ, വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി, ഇയാൾ ചവിട്ടാൻ നിന്ന് കൊടുത്തത് മഹാബലിയല്ലേ, വലിയ രാജാവല്ലായിരുന്നോ? തിരിച്ചൊരു തൊഴിൽ കൊടുക്കരുതോ? ദാറ്റ് ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ഇതുപോലത്തേക്കുള്ള ബാലിശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഹിന്ദു സമാജത്തിൽ എന്തെങ്കിലും പ്രശ്നം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. മറ്റുള്ളവരെ തൊടുകില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ?
അതാണ് ഞാൻ ഈ 8 നോയമ്പിൻ്റെ കാര്യം പറയാൻ കാര്യം. നോബഡി വിൽ ടച്ച് ദാറ്റ്. അതൊക്കെ ഒരു അറിഞ്ഞും അറിയാതെയും ഇതിലൊരു ഡിസൈൻ ഉണ്ടെന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം.